ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് തൃപ്രയാർ അമ്പലത്തിലേക്ക് പോകാൻ കേട്ടോ. കുറേ നാളായിട്ടുണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ട്. അപ്പോൾ കുഞ്ഞുനാളിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ തൃപ്രയാർ അമ്പലത്തിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് അവിടേക്ക് എത്താണ്. അപ്പോൾ അവിടത്തെ കഴിഞ്ഞപ്പോൾ നമ്മളവിടെ കാവടിയും അതുപോലെ തന്നെ ശിങ്ങാരിമേളം കാര്യങ്ങളൊക്കെ അവിടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് നല്ല തിരക്കുണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്രയ്ക്ക് തിരക്കും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. എന്നാൽ നമ്മൾ വേഗം തന്നെ അമ്പലത്തിലേക്ക് കയറി തൊഴുത് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റിയിട്ടോ. പിന്നെ നമ്മൾ അവിടെ പുഴയോടൊക്കെ പോയി നിന്ന് കുറച്ച് നേരം ഒക്കെ ആസ്വദിച്ച്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ആണ്. പിന്നെ മീനൂട്ടിൻ്റെ സമയത്ത് ഈ മീനുകളൊക്കെ ഇങ്ങനെ കരയിലൊക്കെ വന്ന് നിൽക്കപ്പുറത്ത് കാണാനൊക്കെ നല്ല രസമാണ്. കുറച്ച് നേരമൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ട് അടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ വരുന്നതിൻ്റെ മെയിൻ കാരണം മസാല ദോശയാണ്. പിന്നെ നമ്മൾ നേരെ പോയിട്ട് മസാല ദോശ കഴിച്ചു. ഈ സമയം ഇതിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. മസാല ദോശയുടെ കൂടെ വടി ഉണ്ടായില്ല, അതിനൊരു ഫുൾഫില്ലിംഗ് ഉള്ള അത് നമ്മളൊരു വടിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് വീട്ടിലേക്കാണ് കേട്ടോ. വീട്ടിൽ പോയിട്ട് ഉച്ചയ്ക്ക് ചോറക്കൊണ്ട് നമ്മളൊരു ഉറക്കൊക്കെ പാസ്സാക്കിയിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിൽ പോയി കുറച്ച് നേരം അവിടുത്തെ കടലമ്മ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ സ്നേഹത്തിന് ബീച്ചിലേക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്ക് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിട്ട്